പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് ഹെഡ്ലൈൻസ് ഓഫ് ദി ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തുടർച്ചയായി രണ്ടാം ദിനവും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുമായി വെള്ളാപ്പള്ളി നടേശൻ. വിരുന്നു വന്നവർ വീട്ടുകാരായെന്നും വീട്ടുകാർ പുറംപോക്കിലായെന്നുമാണ് പരാമർശം. മുസ്ലിം ലീഗിന്റെ മതമേലധ്യക്ഷന്മാർ കേരളത്തെ ഭരിക്കുകയാണ്. വർഗീയ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയാതെ വിമർശനവുമായി CPIM. ഇന്നിപ്പോ എങ്ങനെയാണ് വിരുന്നു വന്നവൻ വീട്ടുകാരനായി, വീട്ടുകാരൻ വരാന്തത്തെ പുറംപോക്കിലുമായി. രണ്ടാം ദിവസവും കൂടുതൽ ശക്തമായി വർഗീയ പരാമർശം നടത്തുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി. മുസ്ലിം സമുദായം എന്തു ചെയ്താലും ഒരു പാർട്ടിയും ചോദിക്കുന്നില്ല. കേരളം ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മതമേലധ്യക്ഷന്മാർ. ആലുവ അദ്വൈതാശ്രമത്തിലെ പരിപാടിയിലാണ് വീണ്ടും മുസ്ലിം സമുദായത്തിനെതിരായ പരാമർശം. സാമുദായിക സർവേയിൽ സാമ്പത്തികം കൂടി കണക്കാക്കണം. കാന്തപുരം എന്ത് കുന്തമെറിഞ്ഞാലും പറയാനുള്ളത് പറയും. എന്ത് കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്തെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. പരാമർശം വിവാദമാകുമ്പോഴും വെള്ളാപ്പള്ളിയുടെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ CPIM തയ്യാറാകുന്നില്ല. മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കരുതെന്ന് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. നിർഭയം നിലപാട് പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പുകഴ്ത്തൽ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, CPIM പ്രസ്താവന ഇറക്കിയപ്പോൾ വെള്ളാപ്പള്ളിയുടെ പേര് പറയാതിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രോത്സാഹനം തുടരുമ്പോൾ സ്വാഭാവികമായും വെള്ളാപ്പള്ളിയുടെ വിഷം പുറന്തള്ളൽ തുടരുമല്ലോ.